അല്ലാഹുവേ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് വേണമല്ലാ. നീ ഞങ്ങൾക്ക് റഹ്മത്ത് താ അല്ലാ. നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ നോമ്പ് മുഴുവനും പിടിക്കാറുള്ള ആഫിയത്തും ആരോഗ്യവും നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളെ രോഗികളാക്കി കിടത്തല്ല അല്ലാ. ഞങ്ങളെ നീ രോഗികളാക്കി കിടത്തല്ല അല്ലാ. ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ രാജ്യം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് റഹ്മാനെ. മുസ്ലിം ഉമ്മത്ത് വലിയ ദുഃഖത്തിലാണ് പടച്ചവനെ. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ രാജ്യത്ത് ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം റബ്ബേ. നീ ബദരീങ്ങളെ സഹായിച്ചവനാ അല്ലാ. പടച്ചവനെ ലോകം കീഴടക്കി ഞങ്ങളുടെ കാൽച്ചുവട്ടിലാണെന്ന് പറഞ്ഞവരെ നീ പാഠം പഠിപ്പിച്ചവരാണ് റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ നാടിന്റെ സൗഹാർദ്ദം നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. നീ എന്തിനാ പേടിക്കണേ, അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ. ഈ ഒരു ചിന്തയാ നമുക്ക് വേണ്ടത്. അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമി. മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം, അന്തസ്സോടുകൂടി. ഓരോ മനുഷ്യനും മനസ്സിൽ കരുതേണ്ട കാര്യം, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടി ജീവിച്ച് നന്മകൾ ചെയ്ത് ജീവിച്ച് മരിക്കുമ്പോ 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. അതിന് ജീവിക്കുക. നമ്മൾ ജീവിക്കേണ്ടത് കെട്ടിടം പണിയാനൊന്നുമല്ല, സമ്പത്തുണ്ടാക്കാനൊന്നുമല്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ലത് പറയാൻ 100 പേരുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ഇരിക്കുന്ന ഏത് ഉസ്താമാരെ കുറിച്ച് ആരെ കുറിച്ച് വേണമെങ്കിലും പറയാം. ഇപ്പൊ തന്നെ നമ്മളൊക്കെ വഴുതിന് പോകുമ്പോ പറയും, നമ്മൾ ഒന്നാമത് ചെറുപ്പക്കാരൻ, നമ്മളെ കയറ്റിയിരുത്തിട്ട് പറയും ലോക പ്രശസ്തനായ പ്രഭാഷകൻ എന്തൊക്കെ പറയുന്നറിയോ. ഓന് തന്നെ അറിയാം ഈ പറയണൊക്കെ വെറുതെയാണ്. സുഖിപ്പിക്കാൻ വേണ്ടി ആർക്കും പറയാൻ പറ്റും. സത്യത്തിൽ പറയിപ്പിക്കേണ്ടത്, ഒരാളും മരിക്കുന്ന സമയം അവനെ കുറിച്ച് 40 പേര് നല്ലത് പറഞ്ഞ അവൻ രക്ഷപ്പെട്ടു. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ.